കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രോഹിത് ഡോക്ടറിൻ്റെ പിന്നാലെ തന്നെ പുറത്തേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം വിഷ്ണുവിനൊന്ന് നോക്കിയിട്ട് ഭാമയും പുറത്തേക്ക് പോകുവാണ്. അങ്ങനെ ശാലിനി എന്താണെങ്കിലും സത്യാമ്മ തിരികെ വിളിക്കില്ലെന്നറിഞ്ഞപ്പോൾ കാർത്തിക് ആശ്വാസമാകുവാണ് കേട്ടോ. പിന്നീട് പുറത്തുനിന്ന് വിഷ്ണു ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷനോട് കൂടി നിൽക്കുവാണ്. അതിനുശേഷം കാണിക്കുന്നത് രാത്രി ശ്യാമക്കരികിൽ കഞ്ഞിയുമായിട്ടിരിക്കുന്ന രോഹിത്തിനെയാണ് കേട്ടോ. രോഹിത് കുറേ തവണ ശ്യാമക്ക് ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ശ്യാമ വാതുറന്ന് ഭക്ഷണം കഴിക്കുന്നേയില്ല. വാതുറന്ന കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അന്നേരം രോഹിത് പറഞ്ഞേ, കുഞ്ഞേച്ചി വരൂ, താനിന്ന് രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, വാശി പിടിക്കാതെ കുറച്ച് കഞ്ഞിയെങ്കിലും കുടിക്കുന്നേ. അങ്ങനെ പറഞ്ഞ് വീണ്ടും കഞ്ഞി ശ്യാമക്ക് നിരന്ന് കിട്ടുവാണ്. ഈ സമയം ഷാബ മുഖം തിരിച്ച് കളയുവാണ് കേട്ടോ. ഇതേ സമയത്തായിരിക്കും പൊന്നകത്തേക്ക് വരുന്നത്. രോഹിത്, എന്തായി? ശ്യാമക്കുഞ്ഞി ഇതുവരെ ഒന്നും കഴിച്ചില്ലേ? ഇല്ലെന്നേ, ഞാനും സത്യാമ്മയൊക്കെ കുറേ തവണ മാറി മാറി ശ്രമിച്ചതാ, എന്നിട്ടും ശ്യാമക്കുഞ്ഞ് ഭക്ഷണം അധികം കൂട്ടാക്കുന്നില്ലായിരുന്നു. അവിടെയാണെങ്കിൽ പപ്പിമോള് അമ്മയെ കാണണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. തൽക്കാലം ഇപ്പം ഇങ്ങോട്ടേക്ക് വിടണ്ടെന്ന് പറഞ്ഞ് രാഘവ സാറോടെ പിടിച്ചു നിർത്തിയിരിക്കുക. കുഞ്ഞിനെ ആദ്യം പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് വിടാമെന്ന് വിചാരിച്ചു. എന്നാൽ പപ്പിമോൾക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. പപ്പിമോള് അമ്മയെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുക. അതുകൊണ്ട് രോഹിത് കുഞ്ഞ് അങ്ങോട്ടൊന്ന് ചെല്ലും, ആ പാത്രം ഇങ്ങ് തന്നേക്ക്. അങ്ങനെ പൊന്നി കഞ്ഞിൻ്റെ പാത്രം വാങ്ങിക്കുവാണ്. രോഹിത് അങ്ങനെ പപ്പിയുടെ അരികിലേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം സത്യാമ്മ പൊന്നിനെ വിളിക്കുവാണ്. അങ്ങനെ പൊന്നിയും താഴത്തേക്ക് പോകുവാണ്. ഈ ഒരു സമയത്ത് രോഹിത് പപ്പീനെയും കുട്ടി മുകളിലേക്ക് വരുക. എനിക്കെൻ്റെ അമ്മയെ കാണണം, എനിക്ക് മുറി പോകണം എന്ന് പറഞ്ഞ് രോഹിത്തിൻ്റെ കൈതട്ട് മാറ്റി മുറിയിലേക്ക് ഓടിക്കേറി വരുവാണ്. അങ്ങനെ അമ്മയുടെ അവസ്ഥ കാണുമ്പോൾ പപ്പിക്ക് ഒത്തിരി സങ്കടമാകുവാണ് കേട്ടോ. അമ്മേ, എന്താ പറ്റിയത് അമ്മക്ക്? അങ്ങനെ രോഹിത്തും പിന്നാലെ റൂമിലേക്ക് വരുവാണ്. എന്നിട്ട് കസേര വന്നിരിക്കുക. അന്നേരം പപ്പി ചോദിക്കണേ, അമ്മക്ക് എന്താ പറ്റിയത്? ഞാൻ പറഞ്ഞില്ലേ മോളെ, അമ്മക്ക് അസുഖമാണെന്ന്. എന്തസുഖം അമ്മക്ക്? നമുക്ക് പനിയൊക്കെ വരല്ലേ, അതുപോലെ ഒരു അസുഖം. അമ്മ പപ്പിമോള് നോക്കമ്മേ. അമ്മ എന്താ വിളിച്ചിട്ട് വിളി കേൾക്കാത്തത്? എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ പറഞ്ഞില്ലേ മോളെ, അമ്മക്ക് വയ്യാന്ന്, അതുകൊണ്ടാണ് മിണ്ടാൻ പറ്റാത്തത്. ഈ സമയം പപ്പി ട്യൂഷന് പോകുന്നതിന് മുമ്പ് ശ്യാമയുമായിട്ട് വഴക്കിട്ടല്ലോ. എന്നിട്ട് ശ്യാമയോട് പറഞ്ഞ കാര്യം ഓർക്കുക. ഇനി ഞാൻ അമ്മയോട് ഒരിക്കലും മിണ്ടൂല. അതോർത്തിട്ട് പപ്പി സങ്കടപ്പെട്ടിരിക്കുക. അന്നേരം രോഹിത് ചോദിക്കണേ, എന്തു പറ്റി മോളെന്ത് വിഷമിച്ചിരിക്കുന്നേ? ഒന്നുമില്ല, ഞാനിവിടെ പോകുന്നതിന് മുമ്പ് അമ്മയോട് വഴക്കിട്ടു, എനിക്കിപ്പോൾ നല്ല സങ്കടം തോന്നുന്നു. മോള് വിഷമിക്കാതിരിക്കേ. അന്നേരം പപ്പി ചോദിക്കണേ, അല്ലച്ച, അമ്മ ഇനി ഒരിക്കലും സംസാരിക്കില്ലേ? സംസാരിക്കും മോളെ, അമ്മ പഴയതുപോലെ ആകും. പക്ഷേ ഒരാളിവിടെ എത്തണം. ആരാ അത്? അമ്മയുടെ കുഞ്ഞേച്ചി. കുഞ്ഞേച്ചിയോ? അതേ മോളെ, കുഞ്ഞേച്ചിയെ കാണണമെന്നാണ് അമ്മ പറയുന്നത്. അമ്മക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കുഞ്ഞേച്ചീനെ. അതെ, എന്നാൽ പിന്നെ കുഞ്ഞേച്ചിയെ ഇങ്ങോട്ട് വിളിച്ചൂടെ? കുഞ്ഞേച്ചിയെ ഇങ്ങോട്ട് വിളിക്കാൻ സത്യമ്മ സമ്മതിക്കില്ല. ഈ സമയം സത്യഭാമ റൂമിന് പുറത്ത് വന്ന് നിൽക്കുവാണ്. അത് കേൾക്കുമ്പോൾ പപ്പി പറയണേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അമ്മയും കുട്ടി കുഞ്ഞേച്ചിയുടെ അടുത്തേക്ക് പോകാം. ഇത് കേൾക്കുന്നതും ഭാമ ദേഷ്യത്തിൽ അകത്തേക്ക് വന്നിട്ട് പറയണേ, പപ്പി നീയെ ഇതുപോലെ വലിയ കാര്യങ്ങളൊന്നും തലയിടാൻ നിൽക്കണ്ട, പോടുന്നു. അങ്ങനെ പപ്പി സങ്കടത്തിൽ താഴത്തേക്ക് പോകുക. പിന്നീട് സത്യാമ്മ വന്ന് ശ്യാമക്കരികിലിരുന്നിട്ട് ശ്യാമയുടെ കൈ പിടിക്കുവാണ് കേട്ടോ. എന്നാൽ ശ്യാമ വലിയ മൈൻഡ് കൊടുക്കാതെ മുഖം തിരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് പിള്ളേൻ്റെ രാഘവനും കൂടി താഴത്തിരുന്ന് സംസാരിക്കുന്നതാണ് കേട്ടോ. ഈ സമയം പപ്പി മോള് താഴത്തേക്ക് ടെഡിബിയറുമായിട്ട് വരുമായിരിക്കും. അന്നേരം പിള്ള പറയണേ, ഞാനൊരു കാര്യം പറഞ്ഞാൽ സാറിന് അഹിതമായിട്ടൊന്നും തോന്നരുത്. താൻ പറയടോ, പറയുന്നതാണോ ഈ പഹിതം? ഇവിടെ നടക്കുന്നതൊന്നും തെറ്റായ കാര്യങ്ങളല്ലേ? അതേപ്പറ്റി തന്നെയാണ് സാറേ ഞാനും പറയാൻ വരുന്നത്. ഈ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? അത് ഭഗവാന് മാത്രമേ അറിയുള്ളൂ. അന്നേരം പിള്ള പറയണേ, അതെ, ഭഗവാൻ അറിയുന്ന കാര്യങ്ങൾ പരിഹരിക്കാനായിട്ട് ഭഗവാന് മാത്രമേ പറ്റുള്ളൂ. എടോ, താനിത് എന്തൊക്കെയാണ് പറയുന്നത്? സാധാരണ ഒരു വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണോ സാറേ ഇവിടെ സംഭവിക്കുന്നത്? വീട്ടിൽ നിന്ന് മഹാലക്ഷ്മി ഇറങ്ങിപ്പോയി, അതും 6 വർഷം മുമ്പ്. ഇപ്പോൾ താ കയ്യെത്തും ദൂരത്ത് വന്നു. ഇവിടെ വരെ എത്തിയിട്ട് പോലും ഈ വീട്ടിലേക്ക് തിരികെ കയറാനാവാതെ തിരിച്ചു പോകേണ്ടി വന്നില്ലേ? പിന്നെയും പലതവണ വന്നിട്ടും ആട്ടി ഇറക്കി വിട്ടു. കണ്ണുണ്ടായിട്ടും കാണാതെ പോകുന്നത് എന്തുകൊണ്ടാ സാറേ? സമയദോഷം. ഈ വീട്ടിൽ ഒരു പ്രാവശ്യം വന്നു കയറിയ മഹാദേവിക്ക് പിന്നെ ഈ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായില്ലേ? ഇതിനെല്ലാം കാരണം എന്താ? സമയദോഷം തന്നെയാ. എന്തിന് ഒരു തവണ സാറിന് മരണത്തെ മുഖാമുഖം കാണേണ്ടി പോലും വന്നില്ലേ? വിഷ്ണുക്കുട്ടിയുടെ കുഞ്ഞിൻ്റെ ജീവിതത്തിലും ഇതുവരെ സമാധാനം ഉണ്ടായിട്ടില്ല. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വന്നെങ്കിലും വിഷ്ണുക്കുഞ്ഞിൻ്റെ മുഖം ഇതുവരെ തെളിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ ശ്യാമയുടെ കാര്യവും കണ്ടില്ലേ? മുമ്പൊരാൾക്കും ഇതേപോലത്തെ അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. സാറിന് ഓർമ്മയില്ലേ? പ്രീതിയുടെ കാര്യവും ഞാൻ പറഞ്ഞത്. പിള്ള എന്തായി പറയുന്നത്? അന്നേരം പിള്ള പറയുക, ഈ വീട്ടിൽ വന്നു പതിച്ച ശാപങ്ങളെക്കുറിച്ച്. സുമംഗലിമാരുടെ കണ്ണീര് വീണ് നനഞ്ഞതറിയായത്. ഈ വീട്ടിലെ ഓരോ ചുവരുകളിലും ആ പെൺകുട്ടികളുടെ നെടുവീർപ്പുകളുണ്ട്. എടോ, അതിനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് താൻ പറയുന്നത്? അന്നേരം പിള്ള പറയാ, സമസ്ത അപരാധങ്ങളും അമ്മന് മുമ്പിൽ ഏറ്റുപറഞ്ഞ് തെരുവിൽ പിച്ചെടുക്കണം, എന്നാലേ ഈ ദോഷം മാറുകയുള്ളൂ. അമ്മനെന്ന് പറഞ്ഞാൽ ഭദ്രകാളി. ഏതെങ്കിലും ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് മാപ്പ് പറയണം. എന്നിട്ട് ഒരു കീറ തുണിയും അണിഞ്ഞ് ആൾക്കാർക്ക് മുമ്പിൽ ഭിക്ഷ എടുക്കണം. അങ്ങനെ കിട്ടുന്ന ആ പൈസ അമ്മന് മുമ്പിൽ നേർച്ചയായിട്ടിടണം. അതോടെ ദോഷങ്ങളെല്ലാം മാറിക്കിട്ടും. അന്നേരം രാഘവൻ പറയണേ, എടോ, കാലങ്ങൾ ഇത്രയായിട്ടും ഇതുവരെ കന്യാകുമാരിയിലെ കാര്യങ്ങളൊന്നും മറന്നിട്ടില്ലല്ലേ? എടോ, ശ്യാമയുടെ കാര്യത്തിലെ ഇപ്പോൾ അവളെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ചികിത്സകളും മറ്റുമൊക്കെയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇവിടെ കുരുതിയുടെ നേർച്ചയിട്ടൊന്നും ആവശ്യമില്ല.
അല്ല സാറേ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. ആലോചിക്കാനൊന്നുമില്ല. ഇവിടെ അല്ലാതെ തന്നെ മനുഷ്യന് ഓരോരോ പ്രശ്നങ്ങളാണ്. അങ്ങനെ പറഞ്ഞ് രാഘവൻ റൂമിലേക്ക് പോകുവാണ്. അന്നേരം പിള്ള പറയണേ, പറയുന്നത് കേൾക്കാതിരിക്കുന്നതും മറ്റൊരു സമയദോഷം. ജലപാനം പോലും ഇല്ലാതെ കിടക്കില്ലേ ശ്യാമക്കുഞ്ഞിന് എത്ര നാളെ ഇങ്ങനെ കിടക്കാൻ പോകുന്നത് ദൈവത്തിനറിയാം. ഈ സമയത്തായിരിക്കും പപ്പിമോള് ഇതെല്ലാം ശ്രദ്ധിച്ചിരിക്കുന്നത്, പിള്ള കാണുന്നത്. അങ്ങനെ പിള്ള വേഗം തന്നെ അവിടെ നിന്നും പോകുവാണ്. അങ്ങനെ പപ്പി പറയുക, കാളിയമ്മയുടെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് പിച്ചെടുക്കാം. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ സ്കൂളിലേക്കാണെന്ന് പറഞ്ഞ് പപ്പി നേരെ ചെല്ലുന്നത് കാളിയമ്മയുടെ ക്ഷേത്രത്തിലായിരിക്കും. അവിടെ നിന്ന് ദേവിക്ക് മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാളിയമ്മ, എൻ്റെ അമ്മക്ക് തീരെ വയ്യ. അമ്മയുടെ കുഞ്ഞേച്ചി വന്നാൽ മാത്രമേ അമ്മ മരുന്നും ഭക്ഷണമൊക്കെ കഴിക്കുള്ളൂ പറയുന്നത്. അമ്മയുടെ കുഞ്ഞേച്ചി എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തണേ. സത്യാമ്മക്ക് കുഞ്ഞേച്ചി തിരികെ വിളിക്കാനുള്ള മനസ്സ് കൊടുക്കണേ. എൻ്റെ അമ്മയോട് പിണങ്ങിയ അവസാനമായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോയത്. അതിനുശേഷം തിരികെ വന്നിട്ട് അമ്മ എന്നെ ഒന്നും നോക്കുന്നു പോലുമില്ല. മോളെ എന്നെ വിളിക്കുക പോലും ചെയ്യുന്നില്ല. അമ്മയെ എത്രയും പെട്ടെന്ന് പഴയ പോലെ ആകണേ. എന്നിട്ട് സ്നേഹത്തോടെ എന്നെ മോളെ എന്ന് പറഞ്ഞ് വിളിക്കണം. ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ ശാപങ്ങളും മാറണം. അതിനുവേണ്ടി അമ്മൻ്റെ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ച് പിച്ചെടുക്കണമെന്നാണ് പിള്ളേങ്ങൾ പറഞ്ഞത്. അത് ഞാൻ എടുത്തോളാം. എല്ലാം മാറി എൻ്റെ അമ്മയെ പഴയതുപോലെ ആക്കി തന്നാൽ മതി. പിന്നീട് കാണിക്കുന്നത് ഒരു പഴയ ഷർട്ടൊക്കെ അണിഞ്ഞിട്ട് ഒരു പാത്രം കയ്യിലെടുത്ത് തെരുവിലൂടെ പിച്ചയാചിക്കുന്ന പപ്പീനെയാണ് കേട്ടോ. അങ്ങനെ പപ്പി അവിടെ കാണുന്ന ആൾക്കാരോടൊക്കെ വല്ലതും തരണേ അങ്കിളെ എന്നൊക്കെ ചോദിച്ച് പിച്ചെടുക്കുവാണ്. ചിലർക്ക് ഒന്നുമില്ലെന്ന് പറഞ്ഞ് പപ്പീനെ പറഞ്ഞു വിടുവാണ് കേട്ടോ. അങ്ങനെ പപ്പി നടന്ന് ഒരു ഓട്ടോക്കാരൻ്റെ അരികിലെത്തുവാണ്. അയാളെ ഫോണിൽ ഭാര്യയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ സമയം അങ്കിളെ എന്ന് വിളിച്ച് ഇങ്ങനെ അയാളെ തോണ്ടി വിളിച്ച് പിച്ച യാചിക്കുവാണ് കേട്ടോ. എന്നാൽ ഒന്നുമില്ലെന്ന് അയാൾ പലതവണ പറയുന്നുണ്ട്. ഈ സമയം പപ്പി വീണ്ടും വിളിക്കുമ്പോൾ ഒന്നുമില്ലെന്നല്ലേ നിന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് പപ്പിയെ തള്ളിയിടുവാണ്. ഈ സമയം ഈ കാഴ്ച കണ്ട് അവിടെ എത്തുന്ന സരോജിനി മെമ്പർ പപ്പി മോളെ പിടിച്ച് എണ്ണേപ്പിക്കുക. എന്നിട്ട് ആ ഓട്ടോക്കാരനോട് ചൂടാകുക. എന്താടോ ചന്ദ്ര, ഈ കൊച്ചു തന്നെ എന്താ ചെയ്തത്? തന്നോട് എന്തെങ്കിലും പിടിച്ചു പറിക്കാമെന്നോ? അന്നേരം അയാൾ പറയണേ, എൻ്റെ മെമ്പറെ കുറേ നേരം പിച്ച ചോദിച്ച് ഈ കൊച്ചിനെ ശല്യപ്പെടുത്തുമായിരുന്നു, ഏതാണ്ട് ഇവളുടെ വീട്ടിൽ നിന്ന് തന്ന പോലെ. അന്നേരം മെമ്പർ പറയണേ, എടാ നീയല്ലേ പലതവണ ഭാര്യയുടെ ആവശ്യത്തിനും മക്കളുടെ പഠിപ്പിനുമായിട്ട് പണവും ചോദിച്ച് പലരുടെയും പിന്നാലെ നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ആ സമ്പത്തൊക്കെ നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ? അന്നേരം അയാൾ പറയണേ, മെമ്പറുടെ അടുത്ത് പലതവണ ഞാൻ വന്നിട്ടുണ്ട്, അതൊക്കെ സർക്കാരിൽ നിന്ന് കിട്ടുന്നതല്ലേ. അന്നേരം അയാളുടെ ഷർട്ടിന് പിടിച്ച് മെമ്പർ ചോദിക്കണേ, എന്താടാ അരിയിൽ നിന്ന് കാര്യം കഴിഞ്ഞപ്പോൾ നീ അങ്ങ് മുറിവുറുക്കുന്നോ? ഈ സമയം പപ്പി താഴെ വീണ നാണയത്തുട്ടുകളും നോട്ടുകളൊക്കെ പെറുക്കി പാത്രത്തിലേക്ക് ഇടുവാണ്. എടാ നീ പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളത്. നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ പലരോടും പോയി കൈനീട്ടില്ലേ, അതുപോലെ നമുക്ക് നേരെയും അങ്ങനെ ആരെങ്കിലും കൈനീട്ടാൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം, അല്ലാതെ ഇതുപോലെ ദ്രോഹിക്കാൻ നിൽക്കരുത്. അന്നേരം അയാൾ പറയുക, മെമ്പറെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു, നാണം കെടുത്തല്ലേ. നിനക്കെന്താടാ ഇപ്പം നാണക്കെടുത്ത് തോന്നുന്നുണ്ടോ? അതുപോലെ തന്നെയല്ലേടാ ഈ കൊച്ചിൻ്റെ കാര്യവും. ഇനി നീ കുഞ്ഞുങ്ങൾക്ക് നേരെ എന്തെങ്കിലും അതിക്രമം കാട്ടിയെന്നറിഞ്ഞാൽ പിന്നെ എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കില്ല. പൊക്കോ. എന്നിട്ട് പപ്പീൻ്റെ അരികിലേക്ക് വന്ന് സരോജിനി ചോദിക്കുക, അല്ല മോൾ ഏതാ? മോളിനെ ഇതിന് മുമ്പൊന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ പപ്പി മോളെ നോക്കുമ്പോഴായിരിക്കും സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ടിരിക്കുന്നത് കാണുന്നത്. ഈ കുട്ടി ഇത് സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അല്ല മോളുടെ പേരെന്താ? അങ്ങനെ പപ്പി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കാണുമ്പോൾ കഴുത്തിലെ ടാഗ് എടുത്ത് നോക്കുക. പത്മിനി. SR പത്മിനി അല്ലേ? മോള് വലിയ സ്കൂളിലൊക്കെയാണല്ലോ പഠിക്കുന്നത്. അല്ല ഈ SR ആരാ? അതെൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പേരാ, ശ്യാമ രോഹിത്. രോഹിത്തോ? അതെ. അല്ല മോളുടെ അച്ഛമ്മയുടെ പേരെന്താ? പത്മാവതി എന്നാ. എൻ്റെ അച്ഛമ്മ മരിച്ചുപോയി. അച്ഛമ്മയുടെ ഓർമ്മയ്ക്ക് എനിക്ക് പത്മിനി എന്ന് പേരിട്ടിരിക്കുന്നത്. അങ്ങനെ ആ പേര് കേൾക്കുമ്പോഴേക്കും സരോജിനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണ്. പത്മാവതിനെ സരോജിനിക്ക് അറിയാട്ടോ. അങ്ങനെ പത്മാവതിയുടെ കൊച്ചുമോളാണെന്ന് അറിയുമ്പോൾ പപ്പിയെ കെട്ടിപ്പിടിക്കുവാണ് സരോജം. ഞങ്ങളുടെ പപ്പി ചേച്ചിയുടെ കൊച്ചുമോളാണോ നീ? സത്യമ്മയുടെ കൊച്ചുമോളല്ലേ നീ? പിന്നെ എങ്ങനെ നിനക്ക് ഈ അവസ്ഥ വന്നത്? അങ്ങനെ പപ്പിമോള് നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ്. എൻ്റെ അമ്മയെ തിരികെ കിട്ടണം, അതിനുവേണ്ടിയാണ് ഞാൻ പിച്ചെടുക്കുന്നത്. സത്യമ്മയോട് ഇതൊന്നും പറഞ്ഞു കളയല്ലേ ആൻറ്റി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചെൻ്റെ തൊട വിളിക്കും. അങ്ങനെ പറഞ്ഞ് അതൊക്കെ കേട്ട് സങ്കടത്തോടെ നിൽക്കുന്ന സരോജത്തെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്